വീണ്ടും നമ്മൾ ഇന്ത്യയിൽ ടിക്ടോക്ക് ഉപയോഗിച്ചു തുടങ്ങുമോ? ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും ടോയ്സിനും വസ്ത്രങ്ങൾക്കും വില കുറയുമോ? ചൈനയിലേക്കുള്ള ടൂറിസം ബിസിനസ് യാത്രകൾക്ക് ചെലവ് നന്നായി കുറയുമോ? ബദ്ധശത്രുക്കളായിരുന്ന ഇന്ത്യയും ചൈനയും കൈകോർക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ കൈക്കൊടുക്കലിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? വെല്ലുവിളികൾ എന്തെല്ലാം? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി കഴിഞ്ഞയാഴ്ച ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തി. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നുമായി ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ തീരുമാനമായി. 2020-ലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ മോശമായിരുന്നു. പിന്നീട് പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും പ്രശ്നപരിഹാരമായില്ല. എന്നാൽ ഇപ്പോൾ വലിയ മഞ്ഞുരുക്കമാണ് സംഭവിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നു. വിനോദസഞ്ചാരികൾക്കും വ്യവസായികൾക്കും ഏറെ ആശ്വാസകരമായ തീരുമാനം. തീർത്ഥാടകർക്കും കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. ലിപുലേഖ്, ഷിപ്കില, നാഥുല എന്നിവിടങ്ങളിൽ അതിർത്തി വ്യാപാരം പുനഃസ്ഥാപിക്കാനും ധാരണയായി. ഇന്ത്യക്കാവശ്യമായ വളങ്ങളുടെ 30% ചൈനയിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത്. വാഹന നിർമ്മാണത്തിനാവശ്യമായ ധാതുക്കളും റോഡ് നിർമ്മാണത്തിനും തുരങ്ക നിർമ്മാണത്തിനും ആവശ്യമായ കൂറ്റൻ യന്ത്രങ്ങളും വിതരണം ചെയ്തതും ചൈനയായിരുന്നു. എന്നാൽ ഇതെല്ലാം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇവയെല്ലാം പുനഃസ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി പരമാവധി കുറച്ച് ചൈനയ്ക്ക് പണി കൊടുക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. പക്ഷേ അതുകാരണം ഇവിടെ വില കൂടി. വ്യാപാരബന്ധം ശക്തിപ്പെടുന്നതോടെ അതിൽ മാറ്റം വരും. ഇലക്ട്രോണിക്സ്, ടോയ്സ്, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ ഇറക്കുമതി വില കുറയും. ഇന്ത്യ ചൈന നേരിട്ടുള്ള വ്യാപാരം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് നേട്ടമാകും. 2020-ന് ശേഷം 100-ലധികം ചൈനീസ് ആപ്പുകൾക്കാണ് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൽ പ്രധാനമായിരുന്നു ടിക്ടോക്ക്. യുവസമൂഹം ഒന്നാകെ അക്കാലത്ത് ടിക്ടോക്കിലായിരുന്നു. ടിക്ടോക്ക് തിരിച്ചു വന്നാൽ ഇൻസ്റ്റയ്ക്കൊപ്പം സൈബർ ലോകത്ത് മറ്റൊരു തരംഗം കൂടിയുണ്ടാകും. അടുത്തിടെ ടിക്ടോക്കിൻ്റെ വെബ്സൈറ്റ് ഇന്ത്യയിൽ ചിലർക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന റിപ്പോർട്ട് വന്നിരുന്നു. നിരോധനം നീക്കുമോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്തുകൊണ്ട് ഇന്ത്യയും ചൈനയും ബായ് ബായ് ആകുന്നത് എന്ന് നോക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നികുതി യുദ്ധം തിരിച്ചടിക്കുന്നതാണ് പ്രധാന കാരണം. ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നിച്ചുള്ള നീക്കത്തെ ട്രംപ് ഭയപ്പെട്ടു. US ഡോളറിൻ്റെ ആധിപത്യം തകർക്കാൻ ശേഷിയുള്ള ബ്രിക്സ് കറൻസി എന്ന ആശയം US-ന് വലിയ ഭീഷണിയാണ്. അത് തകർക്കാനാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ തെറ്റിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മുടക്കാൻ ട്രംപ് ശ്രമിച്ചു. അക്കാര്യത്തിൽ ഭീഷണി മുഴക്കി. 100% വരെ നികുതി ചുമത്തും എന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. ഭീഷണിക്ക് വഴങ്ങാതെ റഷ്യൻ പക്ഷത്തോട് കൂടുതൽ അടുത്ത് തിരിച്ചടി നൽകാനായിരുന്നു ഇന്ത്യയുടെ നീക്കം. US എതിരാകുമ്പോൾ മറ്റൊരു ലോകശക്തി ഇന്ത്യക്ക് വേണം. ചൈനയ്ക്കും അത് ആവശ്യമാണ്. അങ്ങനെയാണ് ചൈനയും ഇന്ത്യയും ഇപ്പോൾ കൈകോർക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ നിരവധി വെല്ലുവിളികൾ കൂടി ഇന്ത്യക്കുണ്ട്. അതിർത്തി തർക്കങ്ങൾ ഏതു സമയവും വീണ്ടും ഉയർന്നു വരാം. ലിപുലേഖ് ചുരത്തിന്മേൽ വീണ്ടും അവകാശവാദവുമായി നേപ്പാൾ രംഗത്തു വന്നു കഴിഞ്ഞു. പിന്നിൽ കളിക്കുന്ന പലരുമുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതോടെ ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായം തകരാൻ സാധ്യതയുണ്ട്. US-മായി ഇന്ത്യ തെറ്റിയാലുള്ള വെല്ലുവിളികൾ വേറെ. ക്വാഡ് കൂട്ടായ്മയിലെ മറ്റു രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തും. US പക്ഷത്തുള്ള ജപ്പാനുമായും യൂറോപ്പുമായും ബന്ധം വേർപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയില്ല. ചൈനയോടൊപ്പം കൂടുമ്പോൾ ഈ രാജ്യങ്ങളും അസ്വസ്ഥരാകും. ചൈനയെ എത്രമാത്രം വിശ്വസിക്കാനാകും എന്ന് കരുതുന്ന ആളുകൾ ഇന്ത്യയിൽ കൂടുതലാണ്. ട്രംപിൻ്റെ നീക്കങ്ങളും പ്രവചിക്കാൻ കഴിയാത്തതാണ്. ട്രംപിൻ്റെ മനസ്സ് ഏതു സമയവും മാറാം. 6 മാസത്തിനിടെ 6 ഡീലുണ്ടാക്കി 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപിന് നരേന്ദ്രമോദിയുമായി ഒരു ഡീലുണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്.